ചേച്ചി ചേച്ചി ഈ എരുതിയിൽ എണ്ണ ഒഴിക്കാന്ന് കേട്ടണ്ട അമ്മാതിരി പരിപാടി കണ്ടാ ചേച്ചിയുടെ അമ്മ കാണിക്കണേ. എന്റെ വീടിനടുത്ത് അരനാട്ടുകാരല്ലേ ഒരു പെമ്പറന്നൂത്തിണ്ട്. അവള് നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ ഭർത്താവായിട്ട് ഉടക്കിറങ്ങിപ്പോയി. എന്നിട്ട് വക്കീലിന്റെ അടുത്ത് പോയപ്പോഴോ അവിടെ എന്തുണ്ടായെന്ന് അറിയോ ചേച്ചിക്ക്? നിങ്ങൾക്കറിയാവാ, ഊരാൻ കിട്ടാത്ത 2 വളകൾ ഈ കയ്യിൽ വെട്ടിയെടുത്ത് വിറ്റിട്ടാണ് എന്റെ ആകൾക്ക് ഗൾഫിൽ പോവാൻ വിസക്ക് കാശ് കൊടുത്തത്. എന്റെ ചേച്ചിയെ അവരാദ്യ ശമ്പളം കിട്ടിയ വകയില് ഒരു സന്തോഷത്തിന് എനിക്കൊരു പട്ടുസാരി വാങ്ങി കൊടുത്തയച്ചു. അതിന് മാച്ചിങ് ബ്ലൗസ് എടുക്കാൻ വേണ്ടി എന്റെ കെട്ടിയെന്ന് പറയുന്ന ആ മനുഷ്യന്റെ കയ്യിൽ ഞാൻ ആ സാരി കൊടുത്തയച്ചു. എന്നിട്ടാ ആ സാരി 2 ദിവസം വർഷാപ്പിൽ വെച്ച് മറന്നു. അത് ഞാൻ ക്ഷമിച്ചിട്ടാ. എന്നിട്ടാ സാരി ബ്ലൗസ് എന്റെ കയ്യിൽ കിട്ടിയപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. ആ സാരി മുഴുവനും വർഷോപ്പിലെ കരിയോയില്. മാച്ചിങ് ബ്ലൗസിന്റെ കളറ് കണ്ട പട്ടി പോലെ ഇടൂല. എന്നിട്ടാണോ ഈ ഞാൻ എന്റെ ഈ നിസാര കാര്യത്തിന് ശ്രദ്ധയില്ലാത്ത മനുഷ്യന് എന്റെ വേറെ വല്ല കാര്യത്തിന് ശ്രദ്ധയുണ്ടാവാ? എനിക്ക് മതിയായി. എനിക്ക് അയാളെ വേണ്ട. എനിക്ക് അയാളെ വേണ്ടമ്മ. വിളിക്കണം നല്ല വക്കീലിനെ. വക്കീലെ, കുറച്ച് കാശ് ചെലവായാലും വേണ്ടില്ല, അയാൾക്കടെ കാല് ഞാൻ തല്ലി ഓടിക്കും. സഹോദരനാണല്ലേ? ആവേശം കണ്ടപ്പോഴേ തോന്നി. നിങ്ങൾ ഈ പറയണ പരാതിയും കൊണ്ട് പോയാ ഈ കേസ് ജയിക്കാൻ വളരെ പ്രയാസാണ്. നമ്മുടെ പരാതികൾക്കൊക്കെ ഒരു ബലക്കുറവുണ്ട്. പക്ഷെ കേസ് നമുക്ക് ജയിക്കാൻ വേണം. ഏത് കേസ് നമുക്ക് ജയിച്ചേ പറ്റൂ. പണം ഒരു വിഷയമല്ല. അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് പണം ഒരു വിഷയമേ ആകാൻ പാടില്ല. നമുക്ക് കുട്ടിയുടെ ഭാവിയാണല്ലോ വലുത്. അതിനൊരു വഴി, പരാതിയിൽ അല്ലറ പൊടിപ്പും നിങ്ങളൊക്കെ ചേർക്കേണ്ടി വരും. അത് സാരമില്ല, നമുക്ക് കേസ് ജയിക്കണമല്ലോ. പിന്നെ വക്കീല് എന്ത് വേണമെങ്കിലും എഴുതിക്കോ. ഒപ്പിട്ട് വരും. വേഗം പിരിച്ചാണ് ഈശ്വരാ എന്ന് പ്രാർത്ഥിച്ചൊപ്പിട്ടുള്ളൂ കുട്ടി. ആ വിഡ്ഢിയുടെ വർത്താനം കേട്ട് ഓമനേച്ച് പ്രാർത്ഥിച്ചോണ്ട് അതുമ്മൽ ഒപ്പിട്ടു. അങ്ങനെ ദുഃഖം സഹിക്കാൻ വയ്യാണ്ട് വണ്ടി പോലും ഓടിക്കാൻ പറ്റാതെ ആരോമലേട്ടൻ മലർന്ന് കിടക്കുമ്പോഴാണ് വക്കീലിന്റെ ഹാപ്പി ആയിട്ടുള്ള നോട്ടീസ് വരുന്നത്. എന്താടാ ആരോമല, നിനക്ക് എന്ത് പറ്റിയടാ? നിന്റെ മേലെ ഈ വണ്ടി അടിച്ചാ? ഈ വണ്ടിയല്ല ബാലേട്ടാ, തീവണ്ടിയാണ്. തീവണ്ടിയാ? ഇത് കണ്ട ബാലേട്ടാ, എന്റെ ഭാര്യ ഓമന എനിക്ക് അയച്ച വക്കീൽ നോട്ടീസാണ്. ഈ വീട്ടില് ജമ്മു കാശ്മീരിൽ നിന്ന് വന്ന ഒരു വേലക്കാരി ഉണ്ടായിരുന്നെന്ന്. ഞാൻ അവളുമായിട്ട് അന്യഭാഷയിൽ അവീതമിതം നടത്താറുണ്ടെന്ന്. 10-15 കൊല്ലം ഒരുമിച്ച് ജീവിച്ച അവക്ക് എങ്ങനെ ഈ കത്ത് എഴുതാൻ തോന്നി ബാലേട്ടാ? വിഷമിക്കണ്ട ആരോമല, നമുക്ക് ഇതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് ഒരു കത്ത് അവൾക്ക് തിരിച്ചയക്കടാ. നീ വിഷമിക്കലടാ. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അങ്ങൊരു കേസിന് പോയി. പിന്നെ അത് വർഷങ്ങളോളം നീണ്ടുപോയേ. ദൈവാനുഗ്രഹം കൊണ്ട് അത് വിവാഹമോചനം വരെ എത്തിക്കിട്ടി. ചെലവ് ചെയ്യാന്ന് ആ ബന്ധം അങ്ങോട്ട് തലേന്ന് പോയപ്പോ മനസ്സിനെന്തൊരു ആശ്വാസം. നെഞ്ചിന്നൊരു വൈക്കോലോറി ഇറങ്ങിപ്പോയ പോലെ ഫീലിംഗ്. എന്തിനാണ് ഈ കേസ് ഇത്രയും വർഷം നീട്ടിക്കൊണ്ടുപോകുന്നത് എനിക്കറിയാൻ പാടില്ല. മാഡം, ആരോമലേട്ടാ എന്ന് ഇവരുടെ വിളി കേട്ടപ്പോ ഞാൻ ആകെ ദുർലഭരായിപ്പോയി. മാഡം ഞങ്ങളോട് ക്ഷമിക്കണം. ഈ ഇണക്കുരുവികളെ വേർപിരിക്കരുത്. അപ്പൊ ആ ജഡ്ജി പറഞ്ഞു, നിങ്ങൾ കുറച്ചു നാളായിട്ട് പിരിഞ്ഞു താമസിക്കുന്നവരല്ലേ? ഒരു കാര്യം ചെയ്യേ, അമ്പലത്തിൽ പോയി ഒരു മാലയൊക്കെ ഇട്ട് തുടങ്ങുക. അവരത് കേട്ടുട്ടാ. അങ്ങനെ അവരുടെ 2ാമത്തെ ആദ്യരാത്രി വീണ്ടും തുടങ്ങി. കൊച്ചു കള്ളി, 3-4 കൊല്ലത്തെ വിഷമം ഇന്ന് ഞാൻ തീർക്കും. ഓമനെ, ഈ ചൂടുള്ള കഞ്ഞി ഇങ്ങനെ വെച്ച് ആറ്റണോ? ഇത് കഞ്ഞിവെള്ളമല്ല, ആട്ടുംപാലാ. ആണോ? പാലൊക്കെ പിന്നെ കുടിക്കാന്ന്. വാ. എന്നാലും എന്റെ ആരോമലേട്ടാ, ഓർക്കുമ്പോ എനിക്ക് ഇപ്പോഴും വിഷമാവാ. എന്താ മുത്തേ? എനിക്കൊരു മീൻകാരനായിട്ട് പ്രേമുണ്ടായിരുന്നെന്നും അയാൾക്കിടെ മീൻകൊട്ടയെ കയറി ഞാൻ ഒളിച്ചോടി പോയി എന്നൊക്കെ കേസ് കൊടുക്കാൻ എങ്ങനെ തോന്നി ആരോമലേട്ടാ? നിനക്കറിയാലോ എന്റെ ബുദ്ധിയുടെ കാര്യം. പിന്നെ അതൊക്കെ കേസ് ജയിക്കാൻ വേണ്ടി ആ വക്കീല് പറഞ്ഞു തന്ന ഐഡിയകളല്ലേ? ആണാ? അപ്പോ
ഇവിടെ ജമ്മു കാശ്മീരിൽ നിന്നൊരു വേലക്കാരി ഉണ്ടെന്ന് നീ പറഞ്ഞതോ? അത് പിന്നെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ച ആ വക്കീൽ നോട്ടീസിലൊക്കെ ഒപ്പിടാൻ നിനക്ക് എങ്ങനെ തോന്നിയിടി? കഷ്ടമുണ്ടട്ടാ. അല്ലെങ്കിലും നിങ്ങളെ കുറിച്ച് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ചേർത്താ ഞാനങ്ങ് ഒപ്പിട്ടെ. സംശയം? നിനക്കെന്നെ വീണ്ടും സംശയമായ? പിന്നെ നിങ്ങൾ എനിക്ക് സംശയം തന്നെയാണ്. എന്റെ നിനക്ക് സംശയമുള്ളടി? ആ, സംശയമാണ്. എടി, എന്ത് സംശയമാണടി പറയുന്നത്? ഒരു ഈർക്കളിയിലെ തുണി ചുറ്റി കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോണ പണിയല്ലേ നിങ്ങൾക്ക്? എടി, അതൊക്കെ നിന്റെ കുടുംബ പാരമ്പര്യം. എന്ത്? എന്റെ ഫാമിലി അങ്ങനത്തൊന്നുമല്ല. എന്റെ കുടുംബപാരമ്പര്യം പറഞ്ഞ കേട്ടില്ലേ? അയ്യോ. ഫസ്റ്റ് നൈറ്റും ഒരു മുല്ലപ്പന്തലും. എടി, എടി, എടി. കൊണ്ടിലടാ. മുല്ലപ്പൂ പൊട്ടിക്കല്ലേ? അയ്യോ. അങ്ങനെ കേസ് ജയിക്കാൻ കുറുക്കോഴികൾ തേടിപ്പോയ അവറ്റോള് വീണ്ടും അടിച്ചു വിരിഞ്ഞു. കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ചവരും എന്തുട്ടിന് അപ്പനും അമ്മയും വരെ സപ്പോർട്ട് ചെയ്യാനുണ്ടായില്ലേട്ടാ. സത്യമാണ് സാറേ. ഇതൊക്കെ തന്നെയാ പലർക്കും സംഭവിക്കുന്നത്. ഇവിടെ നഷ്ടം പലപ്പോഴും പിരിഞ്ഞു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് തന്നെയാ. അതാദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് ഇറങ്ങിപ്പോയ അവളാ. ചേച്ചി എങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഡോക്ടർക്കും വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഞാനത് ഏറ്റു പറയുമ്പം അതെന്റെ കഴിവുകേടായിട്ടാണ് അമ്മയും മോളും കാണുന്നത്. അതുപോലെ കാണേണ്ടി വന്നത് ഞങ്ങളുടെ അനുഭവം അങ്ങനെ ആയതുകൊണ്ടാ. എന്തനുഭവം? അനുഭവിച്ചത് മുഴുവൻ ഞാനല്ല. എത്ര സ്ഥലങ്ങളിൽ നിങ്ങളുടെ കൂടെ വന്ന് കോമാളിയായിട്ടുണ്ട് ഞാൻ. പിണക്കം മറച്ചു വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ സ്നേഹമാണെന്ന് വെറുതെ അഭിനയിച്ച് കാണിക്കുക. ഈ അഭിനയത്തിന്റെ കാര്യത്തിലെ പല ഭാര്യ ഭർത്താക്കന്മാരും മഞ്ജു വാര്യരെക്കാളും മമ്മൂട്ടിയെക്കാളും നല്ല നടീനടന്മാരാ. രാധേ, നീ എത്ര ഭാഗ്യവതിയാ. ഞാൻ നല്ല ഭർത്താവായിട്ട് അഭിനയിക്കുക മാത്രല്ല, നന്നായിട്ട് ഡാൻസും ചെയ്യില്ലേ? അത് ശരിയാണ്. ചില ഭാര്യ ഭർത്താക്കന്മാര് മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കര സ്നേഹ, പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭർത്താവ് പടക്കോട്ടും ഭാര്യ തക്കടെ ഇരിപ്പ്. ഈ കല്യാണം കഴിഞ്ഞ ആദ്യ സമയത്തൊക്കെ ബൈക്കിൽ പോകുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാ ഇങ്ങനെ ചേർന്ന്? ഒരു 5-6 മാസം കഴിഞ്ഞോട്ടെ ഈ ഒരു കയ്യകലത്തിന്റെ ഗ്യാപ്പാണ്. അത് ഗർഭം ഉണ്ടായിട്ടൊന്നുമല്ല, ഓട്ടാക്കിയിട്ടാണ്. എന്തിട്ടേ കുഴപ്പമായ ചാള വാക്കല്ലേ മാത്തു. കേട്ടിട്ടില്ല? വേണ്ടടാ, നീ ആ ഭർത്താവിന്റെ കോമാളി വേഷം കേട്ടണ്ട, അഭിനയിക്കുകയും വേണ്ട, എന്റെ മോളെ വിളിക്കാനും വരണ്ട. ഇല്ല, ഇനി വിളിക്കുന്നില്ല. പറയാതെ പോയർ വിളിക്കാതെ തന്നെ തിരിച്ചു വരട്ടെ. ഈ വണ്ടി റൂട്ട് മാറി പോകാനിലൂടെ നീ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യും. മാത്തു, എന്റെ കയ്യും കാലും വിറച്ചിട്ട് വയ്യ. എല്ലാം കയ്യിന്ന് പോയിന്നാ തോന്നുന്നേ. നീ ഒരു കാര്യം ചെയ്യും, സെന്റിമെന്റ്സ് കയറി പിടിക്കും. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. ഓരോരുത്തർക്ക് ഓരോ യോഗമുണ്ട്, അതേ നടക്കും.